ഹലോ ഡിയേഴ്സ്, സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കൊടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആപ്പിളും പഴവും വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് ഇത് കഴിച്ചാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. വളരെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. യെല്ലോ കളറിലെ ഒരു റോബസ്റ്റ പഴവും ഒരു ആപ്പിളുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് കട്ടിയിൽ സ്ലൈസ് ചെയ്ത് അതിൻ്റെ തൊലിയും അതിൻ്റെ ഉള്ളിലെ കുരുവും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിവിടെ പാതി ആപ്പിളാണ് സ്ലൈസ് ചെയ്ത് തൊലിയും കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആപ്പിളും നമ്മളിതുപോലെ തൊലി കളഞ്ഞ് ഉള്ളിലേക്ക് കളഞ്ഞിട്ട് വെക്കണം. നമുക്കത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും. ഇനി പഴത്തിൻ്റെ രണ്ടറ്റവും കളഞ്ഞതിന് ശേഷം നടുവിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ഇതുപോലെ ചെയ്താൽ പഴം ഒന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇനി നമുക്കൊരു ബാറ്റർ വേണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 120 ml പാല് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്കിത് ഈ അരിപ്പയിലൂടെ അരിച്ച് കിട്ടും. അപ്പോൾ മൈദ എല്ലാം നന്നായിട്ട് അരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ബാറ്റർ നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഒഴിക്കതോ ചേർക്കാം. 75 ml ആണ് വേണ്ടത്. ഓയിൽ നല്ലതുപോലെ ബാറ്ററുമായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് ബട്ടർ തേച്ച് കൊടുക്കാം. സാധാരണ ഫ്രൈങ് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നല്ലതുപോലെ സൈഡിലും താഴെ ഭാഗത്തും ബട്ടർ തേച്ച് കൊടുക്കാം. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ബട്ടർ തേച്ചതിന് ശേഷം ബാക്കിയുള്ള ബട്ടർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. ആദ്യം പഴം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത ആപ്പിൾ വെച്ച് കൊടുക്കാം. ഇതുപോലെ സെറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ആപ്പിളും വെക്കാം കേട്ടോ. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയേ ഉപയോഗിക്കുന്നുള്ളൂ. കുട്ടികൾക്ക് കൂടുതൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതുപോലെ ഇതിൻ്റെ പുറത്തേക്ക് ചെറുതായി കട്ട് ചെയ്തും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ബാറ്റർ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സിൻ്റെ പുറത്തേക്കും
പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. ഒരേ ലെവലിൽ വരത്തക്ക വിധം നമുക്ക് ഈ ബാറ്ററെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സ് ബാറ്ററിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് വരും. ഇപ്പോൾ ബാറ്ററെല്ലാം ഫ്രൂട്ട്സിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ബേക്കിംഗ് ഓവൺ ഇല്ലാതെ ഞാൻ സ്റ്റൗവിൽ ഡയറക്റ്റാണ് വേവിച്ചെടുക്കുന്നത്. ഒരു ദോശത്തവ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഈ പാൻ വെച്ച് കൊടുത്തിട്ട് 20-25 മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ ചൂടാക്കുക. ഇപ്പോൾ ആപ്പിൾ ബനാന പൈ വേവിക്കാൻ വെച്ചിട്ട് 25 മിനിറ്റ് ആയി വരികയാണ്. ആ സമയത്ത് നമുക്ക് വേറൊരു പാൻ ഇതുപോലെ ബട്ടർ തേച്ചെടുക്കാം. നമ്മുടെ ഫ്രൂട്ട് കേക്ക് ഒന്ന് തിരിച്ചിട്ട് വേവിക്കണം. അതിന് വേണ്ടി വേറൊരു പാനിലേക്കാണ് ഞാനിത് ഇടാൻ പോകുന്നത്. സെയിം പാനിലാണെങ്കിൽ താഴെ നമ്മൾ ഷുഗർ ചേർത്തിട്ടുള്ളത് കൊണ്ട് കാരമലൈസ്ഡ് ഷുഗർ കാണും. അത് വീണ്ടും ചൂടാക്കുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ. അതുകൊണ്ട് ഞാൻ വേറൊരു പാനാണ് എടുത്തത്. ഇനി നമുക്കിത് പാനിൽ നിന്നൊന്ന് വിടുവിച്ചതിന് ശേഷം ഒരു ലിഡ് വെച്ച് നമുക്ക് മറിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ ബട്ടർ തേച്ച രണ്ടാമത്തെ പാൻ വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് നമ്മൾക്ക് ഈ പൈ വെച്ച് കൊടുക്കാം. ആപ്പിൾ ബനാന പൈ ആണ്. ആപ്പിൾ ബനാന കേക്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്, വളരെ സോഫ്റ്റുമാണ്. ഇനി ഇത് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം. 10 മിനിറ്റ് സെയിം ഹീറ്റിൽ തന്നെ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നാൽ ഇതുപോലെയാണ് ഇരിക്കുക. ആർക്ക് കണ്ടാലും ഇതൊന്ന് കഴിച്ചു നോക്കാൻ തോന്നും. വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ളതാണ് ഈ സ്നാക്ക്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ്, കത്തി വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ മുകൾ ഭാഗം കാരമലൈസ് ചെയ്തതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ പഞ്ചസാര താഴെ ഇട്ടതുകൊണ്ടാണ് ഇതുപോലെ വന്നിരിക്കുന്നത്. ചെറിയൊരു കാരമലൈസ് ചെയ്തതിൻ്റെ ടേസ്റ്റുമുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കേക്കാണിത്. ആപ്പിൾ ബനാന പൈ വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വളരെ ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.